പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്ന ഡബിൾ എക്സ്പോഷർ എഡിറ്റിംഗ് ആണ്. നമ്മളപ്പോൾ PicsArt ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് PicsArtൻ്റെ ആപ്ലിക്കേഷൻ വേണം, പിന്നെ 3 ഫോട്ടോസ് വേണം. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോസിന് ലിങ്ക് വേണ്ട ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, എന്നിട്ട് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എഡിറ്റിങ്ങിലേക്ക് പോകാം. നമുക്കപ്പോൾ എഡിറ്റിംഗ് തുടങ്ങാം. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ PicsArt ആപ്പ് ഓപ്പൺ ചെയ്യാം. അതിന് മുമ്പ് നെറ്റ് ഓഫ് ആക്കണം. PicsArt ഓപ്പൺ ചെയ്യുമ്പം ഓപ്പൺ ആക്കിയ ശേഷം നമ്മൾ ഓൾ ഫോട്ടോസ് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഡബിൾ എക്സ്പോഷറൊക്കെ സെറ്റ് ചെയ്യേണ്ട ഫോട്ടോ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഈ ഫോട്ടോ ആണ് സെലക്ട് ചെയ്യുന്നത്. ഇത് സെലക്ട് ചെയ്ത ശേഷം നമ്മളാദ്യമേ താഴോട്ട് വെച്ച് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്കിവിടെ കട്ട് എന്നൊരു ഓപ്ഷൻ കാണാം. നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെയൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത ശേഷം നമുക്കിവിടെ മണ്ട ഒരു ഓപ്ഷൻ കാണാം, ആര് കാണാം, അത് കൊടുക്കുക. അതേ നമ്മളിവിടെ ചെയ്തിട്ട് നമ്മൾ സെലക്ട് ആകാത്ത ഭാഗങ്ങളൊക്കെ കാണും. നമ്മളതൊക്കെ ഒന്ന് അതൊക്കെ ബ്രഷ് ടൂൾ ഉപയോഗിച്ചൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ചിലപ്പം ഫോട്ടോയിൽ നിന്ന് ഇറങ്ങിയും പോയിട്ടുണ്ട്, നമ്മളതൊക്കെ മായ്ച്ച് കളയാം. അത് കഴിഞ്ഞ് നമുക്ക് ഇത് സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമ്മൾ താഴോട്ട് കുറച്ച് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേന് നമുക്കിവിടെ ഒരു ഫിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. ഫിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമുക്കിവിടെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നതാണ്. നമ്മളപ്പോൾ അത് ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്ത ശേഷം നമ്മൾ അടുത്ത് ചെയ്യുന്നത് നമ്മൾ താഴോട്ട് ഇച്ചിരി സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഡബിൾ എക്സ്പോഷറിൻ്റെ അകത്ത് കൊടുക്കാനുള്ളൊരു ഫോട്ടോ വേണം, അത് നമ്മളോട് സെലക്ട് ചെയ്യാൻ. ഞാൻ ഇപ്പം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഫോട്ടോ. ഇപ്പോൾ ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. അത് ഈ ഫോട്ടോ ആണ് സെലക്ട് ചെയ്യുന്നത്. അതിട്ട് ആഡ് കൊടുക്കാം. ആഡ് വെച്ച് ഞാൻ ഇപ്പോൾ ഹെഡിൻ്റെ ആ കൃത്യം ഭാഗത്താണ് ഞാൻ ഈ ഫോട്ടോ വെച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് സൈഡിലോട്ട് ഇച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൻ്റെ അകത്ത് നമ്മൾ സൈഡോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. നമുക്കിവിടെ വേണ്ടത് ലൈറ്റിനാണ് വേണ്ടത്, നമ്മളത് സെലക്ട് ചെയ്തു. അതിന് ശേഷം സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് കോൺട്രാസ്റ്റ് അതിൻ്റെ അകത്ത് കുറച്ചൊന്ന് പൊടിക്ക് കൂട്ടാം. അത് കഴിഞ്ഞ് നമുക്ക് ഹൈലൈറ്റ്സ് ഒരു പൊടിക്ക് കൂട്ടാം, പിന്നെ ഷാഡോസും. അത് കഴിഞ്ഞ് നമുക്ക് ടിക്ക് കൊടുക്കാം. ഒന്നുകൂടെ നമുക്കൊന്ന് കൃത്യം ഒന്ന് വെച്ച് കൊടുക്കാം. ടിക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടെ ഒരു ഫോട്ടോ നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഒന്നുകൂടെ നമ്മൾ ആഡ് ഫോട്ടോസ് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഡൗൺലോഡ്സ് തന്നെ അത് കിടപ്പുണ്ട്. ഇപ്പോൾ ഈ ഫോട്ടോ ആണ് കൊടുക്കുന്നത്. ആഡ് കൊടുക്കാം. ആഡ് കൊടുത്തിട്ട് പതുക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. കൃത്യ ലെവലിൽ വേണം ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ. നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുക, ബ്ലെൻഡ് സെലക്ട് ചെയ്യുക, സ്ക്രീൻ കൊടുക്കാം, ലൈറ്റിങ് കൊടുക്കാം. നമുക്കിതിൻ്റെ ലൈറ്റിനാണ് യോജിക്കുന്നത്. ലൈറ്റിങ് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനോട് നമ്മൾ സൈഡിലോട്ട് അഡ്ജസ്റ്റ് എടുക്കുക. അഡ്ജസ്റ്റ് എടുത്ത ശേഷം ബ്രൈറ്റ്നസ് നമ്മളൊരു പൊടിക്ക് കൂട്ടുന്നുണ്ട്. അതിന് കോൺട്രാസ്റ്റ് നമ്മൾ കൂട്ടുന്നുണ്ട്. കോൺട്രാസ്റ്റ് ഒരു പൊടിക്ക് കൂട്ടാം. അതിന് ഹൈലൈറ്റ്സ് നമുക്ക് കൂട്ടാം, പിന്നെ ഷാഡോസും. നമുക്ക് ടിക്ക് കൊടുക്കാം. അപ്പം നമ്മുടെ ഡബിൾ എക്സ്പോഷർ എഡിറ്റിംഗ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുടെ പിന്നെ കാണാം.